5,15,000 ചോദിക്കണേ. അത് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. 7 സീറ്ററിൽ ലോ കിലോമീറ്ററിൽ മൈലേജ് കൂടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം. ഇപ്പൊ 50 മതിയാവും. 50 മതിയാവൂല. ഇതിന് മുന്നേ ഞങ്ങളൊരു വണ്ടിക്ക് 21 നല്ല ലോൺ കൊടുത്തു. ഇത് മോഡൽ 23, 24 ലാസ്റ്റ് വണ്ടിയാണ്. അത് നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് ആണ്. 32,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ്. ഗംഭീര കളക്ഷൻസുകൾ, അത് വെറൈറ്റി കളക്ഷനുകളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സ്വിഫ്റ്റ് ഉണ്ട്, വെന്യൂ വരുന്നുണ്ട്, ക്രിസ്റ്റ വരുന്നുണ്ട്, ഏറ്റവും ന്യൂ ഫേസിൽ വരുന്ന ക്രെറ്റ, അതേപോലെ തന്നെ SL6, അതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നൊരു ക്രെറ്റയാണ്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. നല്ല മൈലേജ് കിട്ടും. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് ഫ്രീ ഉള്ള ഒരു വാഹനമാണ്. അതേപോലെ ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവ് താറ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്കൈവേയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഓണം അതേപോലെ റബിയുലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൈവേയിൽ എത്തിയിട്ടുണ്ട്. നാസർക്ക് തന്നെയാണ്. നാസർക്ക് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നാസർക്ക് അത്യാവശ്യം നമുക്ക് 2 താറ് എല്ലാ സെഗ്മെന്റുകളും ഉണ്ട്. നമുക്ക് എല്ലാ സാധനവും നമുക്ക് ഏകദേശം ഫുൾ ഓണിലൊക്കെ ഉള്ള വാഹനങ്ങൾ. ഫുൾ ഓണിലുള്ളത് പിന്നെ I20 ഒന്നുണ്ട്, ഒരു വെന്യൂ ഉണ്ട്, പിന്നെ ഒരു ഗ്രാൻഡ് ഐറ്റം ഉണ്ട്. അതേപോലെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് വേറെ. അപ്പൊ ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഫുൾ ഫിനാൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് യൂസ്ഡ് കാറാണ്. നമുക്ക് വാറണ്ടി ഉണ്ടാവും. 2018 മുതലുള്ള വണ്ടിക്ക് 1 വർഷം വാറണ്ടി നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ്. പിന്നെ ഇത് മുസ്ലിയാരങ്ങാടി സ്ഥലം. അതായത് കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും. വെള്ളാമ്പറം ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും ഒരു 3 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ മുന്നിൽ ഈ മാർക്ക് ചെയ്ത ഈ നേരെ പെട്രോൾ പമ്പ്. അപ്പൊ അതായത് നമ്മൾ പൂക്കോട്ടൂരൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമ്പോ ആകെ ഉള്ള ഒരു നേര പമ്പ് എന്ന് പറഞ്ഞാൽ നേര പമ്പ് ഇതുള്ളൂ. അതിന്റെ നേരെ കൊണ്ടോട്ടിയിൽ ഇങ്ങോട്ടും ഒരു പമ്പുള്ളൂ. അവിടുന്ന് പൂക്കോട്ടൂർ പിന്നെ വെള്ളാമ്പറം ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും ഒരു പമ്പേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ 2 പമ്പ് ഇടയിലുള്ള ഒരു ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ നയാര പമ്പിന്റെ അടുത്ത് തന്നെയാണ്. ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കൈവേ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്പറൊക്കെ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി അതല്ലെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താണെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാറ്റലോഗ് കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഫുൾ ഓൺ ഇറക്കാൻ പറ്റുന്ന ഒരു കിടിലൻ എലൈറ്റ് I20. അതിന്റെ 2nd ജനറേഷൻ ആണ്. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനാണ് വരുന്നത്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. അപ്പൊ അത്യാവശ്യം നമുക്ക് നല്ല ഫീച്ചേഴ്സും കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ ഫോർ മണി എന്ന് പറയും ഈ ഒരു വാഹനമൊക്കെ എന്ന് പറഞ്ഞാൽ. ഈ സെഗ്മെന്റ് അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഇത് മോഡല് കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിച്ചു വരുന്ന സാധനം. ഇത് 2018 മോഡല് സ്പോർട്സ് ആണ് വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പ് 80,000 ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമ്മൾ ചോദിക്കണ വില 5,15 ആണ്. 5,15. ഡീസലാണോ അതോ പെട്രോൾ ആണോ? പെട്രോൾ അല്ല. ഏകദേശം മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? 15 ഒക്കെ കിട്ടൂല. അപ്പൊ അതായത് നമുക്ക് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള സ്പോർട്സ് എന്ന ഓപ്ഷനാണ്. അതിൽ നമുക്ക് പുഷ് ബട്ടൺ എന്തെങ്കിലും വരുന്നുണ്ട്? ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, റിയറിൽ വൈപ്പർ, അത്യാവശ്യം ടയേഴ്സ്, അങ്ങനെ അത്യാവശ്യം വേണ്ട അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഈവൻ നമുക്ക് മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരെ വരുന്ന ഒരു വാഹനമാണ്. 5,15,000 ചോദിക്കണേ. അത് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാം. 5,15. ഇപ്പൊ ഈ EMI ഒക്കെ നോക്കണമെങ്കിൽ 10 രൂപ റേഞ്ചിൽ നമുക്ക് 10-12 രൂപ മാക്സിമം അല്ല, ആ ഒരു റേഞ്ചിൽ ഒരു മന്ത്ലി EMI വരുള്ളൂ. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാം കേട്ടോ. അടുത്ത നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന 7 സീറ്റർ ആണ്. 7 സീറ്റർ നമുക്ക് എർട്ടിക ഉണ്ട്, അതേപോലെ തന്നെ XL6 ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഡീസലാണ്. കമ്പനി പോയാലും കിട്ടൂല എന്നുള്ളതാണ്. നല്ല ഫാൻസി നമ്പർ ഉണ്ട്. കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. പിന്നെ നല്ല അടിപൊളി കളർ. ഏറ്റവും ടോപ്പ് എൻഡ് ആണോ വരുന്നത്? ഇത് ZD ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 2019 മോഡല്. അപ്പൊ ഒരു ഡീസലിന്റെ ലാസ്റ്റ് ജനറേഷൻ അല്ലേ? പിന്നെ നല്ല ക്ലീൻ വണ്ടിയാണ്. 65,000 ഓടിയിട്ടുള്ളൂ. 65,000 ഓടിയിട്ടുള്ളൂ. 4 ടയർ പുതിയതാണ്. നമുക്ക് സാധാരണ ഇങ്ങനെ ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി ഇത്ര കിലോമീറ്റർ കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലെ? പൊതുവെ നമ്മൾ നോക്കുമ്പോ ഒരു 65,000 എന്നുള്ള വണ്ടി നമുക്ക് എവിടെ പോയാലും കിട്ടൂല. സോ അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാഹനം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? വാഷ് ചെയ്യാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. നേരെ കയറ്റി വെച്ചാണ്. അപ്പൊ നമ്മൾ കസ്റ്റമർക്ക് കിട്ടിയ അതേ കണ്ടീഷൻ ആണെന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് പോളിഷ് ചെയ്ത് നമുക്ക് പുതിയ വാഹനത്തിന്റെ ഒരു നിർത്തി വെച്ചായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 9,65 ആണ്. 9,65. ലോൺ ഇതിന് ഒരു 8 ലക്ഷം റുപ്യ വരെ ലോൺ കിട്ടും. എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. 7 സീറ്ററിൽ ലോ കിലോമീറ്ററിൽ മൈലേജ് കൂടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം. ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? അടുത്ത നമുക്ക് ഒരു താറ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ജനറേഷൻ ആളുകളുടെയും ഒരു വികാരമാണെന്ന് തന്നെ പറയാം. താറ് നമുക്ക് 2 ഉണ്ട്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി
അത്യാവശ്യം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്, നല്ല ഫിറ്റിംഗ് ഉണ്ട്, നല്ല ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്, അതേപോലെ ഓഫ് റോഡ് ബമ്പേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ഉള്ളില് ആംറസ്റ്റ്, സീറ്റ് കവർ, ബാക്ക് ടൈൽ ലാമ്പ് ഇതൊക്കെ മാറി എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അത്യാവശ്യം നല്ലൊരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമുക്ക് ചെയ്തൊരു വണ്ടിയാണ്. അത് ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവ് അല്ലേ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2024 32,000 ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ കമ്പനി വാറണ്ടി ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുക്കാം. പിന്നെ ഇതിന് ചോദിക്കണ വില 14,60,000. 14,60 ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അതും 30,000 കിലോമീറ്റർ, 32,000 കിലോമീറ്റർ. എത്ര നമ്മള് പിന്നെ ഏകദേശം ലോണൊക്കെ എത്ര? ഒരു 12.5 13 1 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആണ്, 32,000 കുറച്ചും കൂടി ഒക്കെ വേണ്ടി വരും അല്ലേ. 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നല്ല ട്രാക്കുള്ള ആൾക്കാർക്ക് ചിലപ്പോ 50 മതിയാവും. ഇതിന് മുന്നേ ഞങ്ങളൊരു വണ്ടിക്ക് 21 നല്ല ലോൺ കൊടുത്തു. ഇത് മോഡൽ 23, 24 ലാസ്റ്റ് വണ്ടിയാണ്. അത് നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് ആണ്, 32,000 ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓൺഷിപ്പ് ഇല്ല. അടുത്താണ് നമുക്ക് ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. കാരണം ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് ആണ് നമുക്ക് പുതിയ ക്രെറ്റകളെ അപേക്ഷിച്ച് നമുക്ക് മെയിൻ്റെനൻസ് കുറവാണ്, അതിനേക്കാൾ ബോഡി വെയിറ്റ് ആണ്, നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം, അതും കേരള രജിസ്ട്രേഷൻ വാഹനം അല്ല. ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഒന്നുമില്ല, ഗ്യാരണ്ടി പറയാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല് 1.4 ആണ്. അതുകൊണ്ട് തന്നെ 1.5 അത് നല്ല മൈലേജ് കിട്ടൂല. നമ്മൾ സാധാരണ ഈ സ്വിഫ്റ്റിനെ കിട്ടുന്ന സെയിം മൈലേജിനെ പ്രതീക്ഷിക്കാം. 20 കിലോമീറ്റർ എന്തായാലും കിട്ടൂല. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുണ്ട്, കറക്റ്റ് സർവീസ് ആണ്, 1.56 ഓടി. അപ്പൊ ആ ഒരു മൈലേജിനുള്ള ഓട്ടോ ഓടിയിട്ടുണ്ട്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫുൾ കണ്ടീഷൻ ഫിറ്റിംഗ് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് 7,65,000. ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന എന്തായാലും ഒരു 6,500 അടുത്ത് ലോണും കിട്ടും. അപ്പൊ ട്രാക്കിന്റെ ഒരു 1,00,000 താഴെ ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകും ചെയ്യാം. അപ്പൊ മൈലേജ് ആയി, അതേപോലെ SUV വേണം, എന്നാ ബഡ്ജറ്റ് കൂടി നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ബ്ലാക്ക് ഈ മോഡലാ വേണ്ടത്. ഇത് നമുക്ക് വീണ്ടും നമുക്കൊരു 7 സീറ്റർ ആണ്. നേരത്തെ നമ്മൾ എർട്ടിഗ പരിചയപ്പെട്ടിരുന്നു, ഇത് നമുക്ക് നെക്സ വഴി വരുന്നതാണ്. XL6 ഒന്നുകൂടെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളും ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. 6 സീറ്റർ ആണ് വരുന്നത്. 6 സീറ്റർ ഹൈബ്രിഡ് 2022 മോഡൽ, 22 മോഡൽ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ 80,000 ഓടി. 80,000 അല്ല, 80 ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. നമുക്ക് ആ വണ്ടിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ നമുക്ക് മനസ്സിലാവും. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ 80,000 അല്ല. ഓൺഷിപ്പ് സിംഗിൾ ചോദിക്കണ വില 950 തന്നെയാണ്. അത് നമുക്ക് 22 മോഡൽ ഉണ്ട്, 6 സീറ്റർ ആണ്. ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള 7 സീറ്റർ എന്ന് പറയാം. നല്ല വെക്കുന്ന സാധനം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന് ലോൺ ഏകദേശം എന്തായാലും ഒരു 8.5 ലക്ഷം റുപ്യ നമുക്ക് മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്താണ് നമുക്ക് നിലവിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്രെറ്റ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനറേഷൻ ക്രെറ്റയാണ്. അപ്പൊ നിലവിൽ റണ്ണിങ്ങും ഈ ഒരു മോഡലാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2024 മോഡലാണ്. 24 മോഡല് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഡീസലാണ്, പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ്. അപ്പൊ ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് ആണ്, അതും പനോരമിക് സൺറൂഫ്. 25,000 ഓടിയിട്ടുള്ളൂ. എത്ര? 25,000. പക്കാ ലോ കിലോമീറ്റർ. കമ്പനി വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് സീറോ ക്ലെയിം 100% ഗ്യാരണ്ടി പറയാം. 25,000 ഓടിയിട്ടുള്ളൂ, അതും ഡീസൽ ഓട്ടോമാറ്റിക്കില് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയില. ഇതിന് നമ്മൾ ചോദിക്കുന്നത് 18,10,000. 18,10 അത് നമുക്ക് നല്ല ഫാൻസി 5500 നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പൊ മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഒരു 1,00,000-1.5 ഒക്കെ വേണ്ടി വരും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അതൊരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ്. ഇത് ഏതായിരുന്നു? ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ? ഓട്ടോമാറ്റിക്, അതായത് GX+ ഓട്ടോമാറ്റിക്. അപ്പൊ നമുക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽട്ട് എല്ലാം നമുക്ക് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇത് G4+ ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡിന്റെ അലോയ്സ് ഒക്കെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 19 മോഡല് 1.27 ഓടിയിട്ടുണ്ട്, സെക്കൻഡ് ഓണർഷിപ്പ്. കേരള വണ്ടിയാണോ? അല്ല, ഇത് റീ ആണ്. പിന്നെ ഈ വണ്ടിക്ക് കറക്റ്റ് സർവീസ് ഉണ്ട്, ഒരു സാധനം റീപ്ലേസ് ഇല്ല. പുറത്തുനിന്ന് വരുന്ന വണ്ടിയൊക്കെ എന്തായാലും ഗ്ലാസ് മാറാത്തൊന്നും ഒറ്റൊന്നും ഉണ്ടാവില്ല.
ഇത് ഗ്ലാസ് മാറി ഒന്നും ചെയ്തില്ല. പിന്നെ കറക്റ്റ് ഓരോ 10 സർവീസ് ഹിസ്റ്ററി ഞങ്ങളെ കയ്യുണ്ട്. നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ അതിന് വാറണ്ടി കൊടുക്കാം. വാറണ്ടി കൊടുക്കാം. ഒരു കൊല്ലം നമുക്ക് വാറണ്ടി. അപ്പൊ പുറത്തുനിന്ന് വന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് സർവീസ് നമ്മളെ കയ്യിലുണ്ട്. അത് നമുക്ക് വാറണ്ടി 3 കീ സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. എല്ലാം വരുന്ന വണ്ടി. പിന്നെ ഒരു കൊല്ലം വാറണ്ടി കൊടുക്കും. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 18-10 ഞങ്ങൾ ചോദിക്കും. അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. ലോൺ എന്തായാലും ഒരു 16 ലോൺ കിട്ടും. ഒരു 1.5-2 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു വെന്യൂ ആണ്. ഒരു സബോമീറ്റർ SUV നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. അതും അതിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ്. അല്ല വൈറ്റ് ഫിനിഷിംഗ് വാഹനം. നമുക്ക് ഡീസൽ ആണോ പെട്രോൾ ആണ്? ഇത് പെട്രോൾ ആണ്. 2022 മോഡൽ എസ് ഓപ്ഷൻ ഉണ്ട്. എസ് ഓപ്ഷൻ ക്രൂയിസ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സ് ഉണ്ട്. ഒരു സൺറൂഫിന് കുറവുണ്ട്. സൺറൂഫിന് കുറവാണ്. ബാക്കി നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്താണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 52,000 കിലോമീറ്റർ ഓടി. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത്? ഇതിന് 7-15 ചോദിക്കുന്നത്. ചിലപ്പോൾ ഇതിനൊക്കെ ഫുൾ ഓൺ കിട്ടാം. ഫുൾ ഓൺ തന്നെ കിട്ടും. അപ്പൊ ട്രാക്ക് ചെയ്യുമ്പോൾ ഫുൾ ഓൺ ഉണ്ടാവും. ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിലൊരു സ്വിഫ്റ്റ് ബലേനൊക്കെ വാങ്ങുന്ന പ്രൈസിന് നമുക്ക് ഒരു സബോമീറ്റർ SUV ഉണ്ടാവും. വാറണ്ടി കൊടുക്കാം. വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂല. ഞാൻ അടുത്താണ് സ്വിഫ്റ്റ് തന്നെ നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. നീ സ്വിഫ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വിഫ്റ്റിന്റെ ഇവിടെ ഉണ്ട്. അതും വൈറ്റ് ഫിനിഷിംഗ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡൽ VXI മാനുവൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ. നല്ല അത്യാവശ്യം ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിന്? ഇതിന് ചോദിക്കുന്നത് 6,30,000. 6.30 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക്? 5,60 എന്തായാലും ലോണും ചെയ്യാം. അപ്പൊ ഒരു 10,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടയർ ഭാഗങ്ങളെല്ലാം പക്കയായിട്ടുള്ള വണ്ടി. എല്ലാ ഇന്റീരിയർ എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. അടുത്ത നമുക്ക് വീണ്ടും ഞാൻ ഒരു സെഡാനിലോട്ടാണ് പോകുന്നത്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2020 മോഡലാ. 20 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ 80,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ വാറണ്ടി ഒക്കെ കൊടുക്കുന്ന വണ്ടി തന്നെയാണ്. ഇതിന് നമ്മൾ ചോദിക്കണ വില 560. നമുക്ക് റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു സെമി പ്രീമിയം സെഡാൻ എന്ന് പറയാം. അത് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി. നമുക്ക് എത്രയാണ് ചോദിക്കുന്നതാണ്? 560. ഏകദേശം ഒരു 10 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി നമുക്ക് ഇറക്കും ചെയ്യാം. എഗൈൻ നമുക്ക് വീണ്ടും ഒരു താർ തന്നെയാണ്. താർ നമുക്ക് 2 എണ്ണം ഇവിടെ വരുന്നുണ്ട്. ഇതും നമുക്ക് 2 വീൽ ഡ്രൈവ് തന്നെയാണ് വരുന്നത്. ഡീസലാണ്. മാനുവൽ അല്ലേ? അപ്പൊ മാനുവൽ ഉണ്ട്. ഓട്ടോമാറ്റിക് വേണ്ടത് നമുക്ക് ഓട്ടോമാറ്റിക്കും ഉണ്ട്. പെട്രോൾ ആണ്. ഇത് ഡീസൽ മാനുവൽ. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2024 മോഡലാ. ആ വണ്ടിന്റെ അതേപോലെ തന്നെ ലാസ്റ്റ് മാസം 11 ഇത് 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന് 32,000 ചോദിക്കണ വില 1360 അല്ലേ? ഒരു 1.5 വേണ്ടി വരും. 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ലോൺ കൊടുക്കാം. അടുത്ത വീണ്ടും നമുക്ക് തവണ ഒരു ഫുൾ ഓണിൽ നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഐട്ടൺ. കാരണം അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് കുറവാണ്. പിന്നെ അതേപോലെ നമുക്ക് ഫീച്ചേഴ്സ് നോക്കുന്ന അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് സ്പോർട്സ് ആണ്. നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഗ്രാൻഡ് ഐട്ടൺ? ഇത് 2017 മോഡല്. വണ്ടി 17 ആണ്. പക്ഷെ 18 സെപ്റ്റംബർ ഡെലിവറി ഉള്ള വണ്ടി. ഡെലിവറിയാണ്. 61,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് 3,75,000. 375. അതും ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കും ചെയ്യാം. അടുത്ത അതേപോലെ തന്നെ നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് സെലേറിയോ. അതും കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് കൂടിയാണ് വാഹനം വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡല് ZXi വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ലേ? ഓട്ടോമാറ്റിക് കൂടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 1.10 ഓടിയിട്ടുണ്ട്. 1.10ന്റെ അടുത്തായിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് പിന്നെ നമ്മൾ ചോദിക്കണ വില 3,05,000. 3.5 അല്ലേ? അതൊരു 5ന്റെ കണക്ക്. വരുന്നവർക്ക് എന്തായാലും കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ കുറച്ചെങ്കിലും കൂടുതൽ ചോദിക്കാച്ചാല് അത് നടക്കൂല. മാക്സിമം ഒരു 10-50 രൂപ വണ്ടി ഇറക്കേണ്ടതാണ്. ലോൺ ചെയ്ത് നോക്കിയില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു അറിവില്ല. പൊതുവെ നമുക്ക് ഈ ഒരു വാഹനക്കാരൻ ഒരു 50 രൂപ 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ആ റേഞ്ചിലൊക്കെ ഇറക്കാം. അത് ഓട്ടോമാറ്റിക് ആണ്. 3.5 ആണ്
ചോദിക്കുന്നത് ഫൈനൽ റേറ്റ് ചെറുതായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കും കുറച്ച്. അടുത്താണ് ഫുൾ ബ്ലാക്കിൽ സെൽട്ടോസ് നോക്കുന്നവർക്ക് നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന അടിപൊളി വാഹനമാണ്. സൺറൂഫ് വരുന്നുണ്ട്, നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു നമുക്ക് സെൽട്ടോസ് ഡീറ്റെയിൽസ്? ഇത് 2021 മോഡലാ. 21 മോഡൽ ഡീസൽ അല്ല വണ്ടി വരുന്നത്? ഡീസൽ HDX ആണ് വേരിയന്റ്. ഓക്കെ. 70,000 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റിപ്പേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇതിന് ചോദിക്കുന്ന വില 12,40. 12,40 ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടാവും. 1,00,000 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. വണ്ടി ഇറക്കി സെൽട്ടോസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞു. സൺറൂഫ് ബാക്കി പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് എല്ലാ സാധനം ഉണ്ടാവും. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കൊടുക്കുന്ന പൈസക്ക് അത്രയും വാല്യൂ ഫോർ മണി തന്നെ പറയാം. അത് നമുക്ക് 1 lakh ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. പിന്നെ ബ്ലാക്ക് ആണ് കളർ, എല്ലാരും ബ്ലാക്ക് അപ്പൊ ചോദിക്കുന്നത്. 13,60 അല്ലേ? 12,40. 12,40 അത് ഒരു രൂപ ഉണ്ടെങ്കിൽ ഇറക്കും ചെയ്യാം. ബാക്കിയൊക്കെ വിലയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അടുത്ത നമുക്ക് ഇതാണോ ഇനി എക്കോസ്പോർട്ടിന്റെ ന്യൂ ഫേസ് ഒക്കെ ലാസ്റ്റ് ജെൻ എന്നൊക്കെ പറയാം അല്ലെ? അത് നമുക്ക് ഈ ഒരു എക്കോസ്പോർട്ടായിട്ട് അന്വേഷിച്ച് എടുക്കുന്ന കുറെ ആളുകൾക്ക് വേണ്ടി നമുക്ക് 2 വണ്ടികൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആട്ടോ. ഇത് ഓട്ടോമാറ്റിക് ആണ്. അല്ല, ഇത് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. 2018 മോഡൽ. 18 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 79 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റിപ്പേഴ്സ് ഒന്നും ഫുൾ നീറ്റ് വണ്ടി. ഓക്കെ. ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വേണം. ഗ്യാരണ്ടി പറയാം. അത്രയും കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. ഇവിടെ കോഴിക്കോട് തന്നെയാണ് വണ്ടി വരുന്നത്. ഇത് രജിസ്റ്റർ ഒക്കെ നല്ല ചോദിക്കണ വില 7,10. A10 ഓട്ടോമാറ്റിക് ആണ്. ലോൺ വേണ്ടവർക്കൊക്കെ 1,00,000 ഉണ്ടെങ്കിൽ ബാക്കി ലോൺ സുഖമായിട്ടും ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ വിളിച്ചു പറയാനൊന്നും കഴിയില്ല. ഓക്കെ. അടുത്തതാണ് വീണ്ടും നമുക്കൊരു എക്കോസ്പോർട്ട് തന്നെയാണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ? ഇതും പെട്രോളാ. പെട്രോൾ തന്നെയാണ് വരുന്നത്. മാനുവൽ അല്ലേ? മാനുവൽ. ഇത് 2014 മോഡല്. ഇതും പിന്നെ 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റിപ്പേഴ്സ് ഒന്നുമില്ല. ഇത് നമ്മൾ ചോദിക്കുന്നത് 3,60,000. 3,60,000 ചെറിയൊരു പ്രൈസിനാണ് നമുക്ക് ഒരു. ഇതും ചിലപ്പോ ഒരു 50 റുപ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ ഇന്നിപ്പോ ഒരു ഓൾട്ടോനൊക്കെ പ്രൈസിന് നമുക്ക് ഇപ്പൊ നിലവില് നല്ല വണ്ടിയല്ലേ, ഐറ്റം ഇതൊക്കെ ഉള്ള വണ്ടിയല്ലേ. പെട്രോൾ വണ്ടി ഇപ്പൊ നമ്മള് മെയിൻ്റെനൻസിന്റെ ഒരു പരിധി ഉണ്ടായിരുന്നു. മെയിൻ്റെനൻസ് ഒന്നും ഉണ്ടാവില്ല. പെട്രോൾ ആയത് കറക്റ്റ് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടാൽ മതി. 3,60,000 സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. 3,60,000. അടുത്ത നമുക്ക് അമേസ് ഡീസൽ ആണോ അതോ പെട്രോൾ? ഇത് ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. ഇതൊക്കെ അന്വേഷണം എടുക്കുന്ന വണ്ടികളാണെന്ന് പറയാം. നമ്മുടെ അടുത്ത് വേറെ വണ്ടി ഉണ്ട്, വേറെ ഷോപ്പിലുള്ളത്. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. 24 വരെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പർ എല്ലാം വരുന്ന ഒരു വാഹനമാണ്. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2018 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ്. 86,000 ഓടിന്. CVT ഓട്ടോമാറ്റിക്കലി ഡീസൽ വണ്ടിയില്ല. കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. 71 72 നല്ല ഫാൻസി നമ്പർ ഉണ്ട്. എല്ലാം നമുക്ക് എല്ലാ പാർട്ടും കമ്പനി എല്ലാം ഫുൾ ടോപ്പ് തന്നെ ആണ് വരുന്നത്. അത് വി ആണോ? ഇത് വി ആ. ഓക്കെ. ഇത് നമ്മൾ ചോദിക്കണേ 7,40,000. A40 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ കിട്ടാൻ പ്രയാസമായിരിക്കും എന്തായാലും. 40 രൂപ. പിന്നെ ഓരോ ആൾക്കനുസരിച്ചിട്ടാ ലോൺ. ആളെ പ്രൊഫൈൽ നോക്കിയിട്ട് ലോൺ കൊടുക്കും. ചിലപ്പോ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ചിലപ്പോ അല്ലെങ്കിൽ ഒരു 1 lakhന്റെ താഴെ ഡൗൺ പേയ്മെന്റ് 70-80 മതിയാവും. അടുത്ത നമുക്ക് ബ്രസ്സ. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ 2018 ZDI. 2018 ZDI അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. 110 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല ഫാൻസി നമ്പർ ഉണ്ട്. ഗ്രില്ലൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ LCD സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തൊരു വണ്ടിയാണ്. പിന്നെ അഡീഷണൽ ബ്ലാക്ക് പെയിന്റ് അടിച്ച് RC സെന്റർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. റൂഫൊക്കെ പെയിന്റിങ് ചെയ്താണ് അല്ലേ? ഡുൾ ടൂണ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അത് RCയിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അത്യാവശ്യം നമുക്ക് എക്സ്റ്റീരിയർ ഇന്ത്യയിലും അത്യാവശ്യം നല്ല ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ് അല്ലേ? എത്ര കിട്ടും? എന്തായാലും നമ്മൾ ഇതിനിപ്പോ ചോദിക്കണ വില 7,30. വിലയിൽ എന്താ മാറ്റം പറ്റുള്ളൂ. എന്തായാലും ഒരു 6, 6.15, 6.5 വരെ ലോൺ കിട്ടും. അപ്പൊ ഒരു 19 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഉണ്ടാവും. അടുത്ത തവണ ഇനി മാരുതിയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു SUV S-Cross ആണ്. ഹൈബ്രിഡ് ഡീസലാണ്, ഹൈബ്രിഡ് കൂടിയാണ്. നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. നിങ്ങളെ ഫുള്ള് വണ്ടി കണ്ണൂരാണ് അല്ലേ കൂടുതലും? കണ്ണൂർ, കാസർഗോഡ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഫ്ലഡ് ഒന്നും വല്ലാതെ നോക്കണ്ട. അതാണ് ഒരു സമാധാനം. വല്ലാതെ ഫ്ലഡ് ഹിസ്റ്ററി ഉണ്ടാവില്ല. പിന്നെ ഇത് 2018. പിന്നെ സീറ്റാണ് വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമ്മൾ ചോദിക്കണം 7,30. 7,30 ഏകദേശം നമുക്ക് 50 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇനി മാരുതിന്റെ ഒരു നമുക്കൊരു സിയാസ് ആണ് വരുന്നത്. നല്ല ഫാൻസി 550 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജും
അതേപോലെ തന്നെ നല്ല യാത്രാ കംഫർട്ടും കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഇത് 2017 മോഡല് ഹൈബ്രിഡ്, ഡീസൽ ഹൈബ്രിഡ് ആണ്. ഓക്കെ, VDI ഓപ്ഷൻ വണ്ടിയാ. ഓക്കെ, 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടിയാ, സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമ്മൾ 6 ലക്ഷം റുപ്യ ചോദിക്കണേ. 6 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. വിലയൊക്കെ കുറച്ച് കൊടുക്കാം. എന്തായാലും ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണും ചെയ്യാം. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ വലിയൊരു വാഹനം കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല പിന്നെ മൈലേജും കിട്ടും. അതും സിംഗിൾ ഓൺഷിപ്പിലുള്ള ഒരു വാഹനം. സിറ്റിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാണ് ഫുൾ ബ്ലാക്കിൽ വളരെ റെയർ ആയിട്ട് നമുക്ക് സിറ്റി കിട്ടുക. അത് നമുക്കൊരു അടിപൊളി വാഹനം വന്നിട്ടുണ്ട്. അതും 3rd ജനറേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഡീസൽ അല്ല വണ്ടി? ലോങ് ഡ്രൈവിൽ ഒരു 10-24 മൈലേജ് കിട്ടൂല്ലേ? എന്തായാലും കിട്ടുന്ന വണ്ടിയാണ്. 110 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമ്മൾ ചോദിക്കുന്നത് 4,90,000. 4,90,000. വേറെ ഒരു വണ്ടി നമ്മളെ കയ്യിലുണ്ട്. ഒരു 14 മോഡൽ വണ്ടി ഉണ്ട്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ട്. അത് 4,90,000 ചോദിക്കുന്നത്. അപ്പൊ അതാണ് 4,90,000 രൂപക്കാണ് ഡീസൽ സിറ്റി. എന്തായാലും ഒരു 4 ലക്ഷം ലോണും കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇനി അടുത്ത് നമുക്കൊരു വെന്യൂ വീണ്ടും വരുന്നുണ്ട്. വെന്യൂ നമ്മളൊരു 2nd ജനറേഷൻ പരിചയപ്പെട്ടിരുന്നു. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് ഏറ്റവും ഫുൾ ഓഡിൽ ഫസ്റ്റ് ജെൻ ആണ് വരുന്നത്. KL 11 രജിസ്ട്രേഷൻ ആണ്. ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ഡീസൽ ആണത് പെട്രോൾ? ഇത് ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2019 മോഡൽ SX ഓപ്ഷൻ വണ്ടിയാണ്. 153 ഓടിന്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് നമ്മൾ ചോദിക്കുന്നത് 6,75,000. 6,75,000. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓണിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. അപ്പോൾ നമ്മളെ സ്കൈവേയിലാണ്. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മുസ്ലാരങ്ങാടിയാണ്. അപ്പോൾ ഈ ഒരു ഓണം കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസും ഫുൾ ഓണിലൊക്കെ ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നമുക്ക് വാഹനങ്ങൾ നോക്കുന്നുവെങ്കിൽ, ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം വലിയ വാഹനങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്രയും വേണ്ടിയിട്ട് നമുക്കിതാണ് നല്ല ക്വാളിറ്റിയിലും വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. റിയാസ് ആൻഡ് നാസർക സൈനിങ് ഓഫ്.